സൽമാൻ്റെ പുതിയ സിനിമയുടെ ടീസർ വന്നു. നിങ്ങൾ എത്ര പേര് അറിഞ്ഞത്? ബാറ്റിൽ ഓഫ് ഗൽവാൻ എന്നുള്ള ഒരു സിനിമയുടെ ടീസർ വന്നിട്ടുണ്ട്. 2 ആഴ്ചയായി. സൽമാനെ അത്യാവശ്യം ഇഷ്ടമുള്ള ഞാൻ പോലും ഇപ്പോഴാണ് അറിഞ്ഞത്. നിങ്ങൾ എത്ര പേര് അറിഞ്ഞു എന്നെനിക്കറിയില്ല. ഞാൻ ഈ ഒരു ടീസർ കണ്ട് എന്തൊരു കാട്ടവരാധമാണ് എടുത്ത് വെച്ചിരിക്കുന്നതെന്നാണ് എനിക്ക് ചോദിക്കാൻ തോന്നിപ്പോകുന്നത്. ഈ മനുഷ്യനെ കൊണ്ടുവന്ന് ഇങ്ങനെ ഒരു കോമഡി പീസ് ലെവൽ ക്യാരക്ടറായിട്ടൊക്കെ കാണിക്കാൻ എങ്ങനെ സാധിക്കുന്നടേ? ഇദ്ദേഹം എല്ലാ കൊല്ലവും ഇപ്പോൾ ഒരു വൻ ദുരന്ത കോമഡി പീസ് ആയിക്കൊണ്ടിരിക്കുകയാണെന്നാണ് എനിക്ക് തോന്നണം. ആ തരത്തിലുള്ള ക്യാരക്ടേഴ്സാണ് ഇപ്പോൾ പുള്ളി ചെയ്തുകൊണ്ടിരിക്കുന്നത് കുറേ നാളായിട്ട്. പുള്ളി കിട്ടുന്ന ക്യാരക്ടേഴ്സൊക്കെ പുള്ളി കാണിച്ചു കൊടുക്കുന്ന കോപ്രായൊക്കെ കണ്ടിട്ട് എനിക്ക് അങ്ങനെയാണ് തോന്നണത്. സങ്കടം തോന്നുകയാണ്. ആസ് എ 90s കിഡ്സ് സൽമാൻ എന്ന് പറഞ്ഞാൽ ഒരു വേറെ ലെവൽ ഫീലിംഗ് ആയിരുന്നു. ഇപ്പം ഇങ്ങനൊരു ഭൂലോക ഇഹലോക ലെവൽ കോമഡി പീസ് ആയിക്കൊണ്ടിരിക്കുകയാണെന്നുള്ളൊരു ഫീലിംഗാണ് എനിക്കിപ്പോൾ തോന്നുന്നത്. തികച്ചും വ്യക്തിപരമായ എൻ്റെ അഭിപ്രായമാണ്. നിങ്ങൾ ഈ ഒരു ടീസർ കണ്ടിട്ടില്ലെങ്കിൽ ഒന്ന് കണ്ടു നോക്ക്. 2 ആഴ്ച കണ്ടുപോയി ഇറങ്ങിയങ്ങളാ. പണ്ടൊരു കാലഘട്ടം ഉണ്ടായിരുന്നു. ഞാനൊക്കെ സ്കൂള് കോളേജിലൊക്കെ പഠിക്കുന്ന ടൈമിൽ സൽമാൻ്റെ ഒരു പടം വന്നെന്ന് പറയുമ്പോഴേക്കും അതിൻ്റെ ഒരു പോസ്റ്റർ ആയിക്കോട്ടെ, അതിൻ്റെ അനൗൺസ്മെൻ്റ് ആയിക്കോട്ടെ, അതിൻ്റെ ഒരു ട്രെയിലർ ടീസർ പരിപാടി ആയിക്കോട്ടെ, എന്ത് ഹൈപ്പായിരിക്കും എന്നറിയാമോ? ഭായ്ജാൻ എന്നൊക്കെ പറഞ്ഞ് സംഭവം ഉണ്ടെങ്കിൽ പോലും അതിന് പുറമേ ഒരു മിനിമം ക്വാളിറ്റി നമുക്ക് കാണും. ഇപ്പോൾ ഉണ്ടല്ലോ, ഇപ്പം നല്ല പാട്ടുകളുണ്ടാവും സൽമാൻ്റെ സിനിമയിൽ. ഇപ്പോഴും അതുണ്ട്. അതല്ലാതെ വേറെ ഒന്നുമില്ല എന്നാണ് എനിക്ക് പലപ്പോഴും ഫീൽ ആവാറുള്ളത്. എല്ലാ കൊല്ലവും ഈ ജാതി എന്തെങ്കിലും ഒരു വാണ ലെവല് ഒരു തോൽവി സാധനമായിട്ട് പുള്ളി വരുന്നതായിട്ടാണ് എനിക്ക് എപ്പോഴും ഇപ്പോൾ കുറേ വർഷങ്ങളായിട്ട് എനിക്ക് ഫീൽ ആവുന്നത്. കഴിഞ്ഞ കൊല്ലം ഞാൻ ഇദ്ദേഹത്തിനോടുള്ള ഇഷ്ടം കൊണ്ട് തലവെച്ചൊരു പടമായിരുന്നു സിക്കന്ദർ. എൻ്റെ മോനെ, അതിനകത്ത് രശ്മിക മന്ദാനെ ഉള്ളതുകൊണ്ട് കുറച്ചെങ്കിലുമൊക്കെ കണ്ടിരിക്കാൻ പറ്റി. പക്ഷേ ഉണ്ടല്ലോ, തലവേനെടുത്ത് ആ സിനിമ കണ്ടിട്ട് അങ്ങനത്തെ അവസ്ഥയായിരുന്നു. ഒരു ഈഹലോക കോമഡി പീസ് ക്യാരക്ടറും ഒരു വാളിച്ച കോണച്ച പടമായിട്ട് തോന്നിയ ഒരു സിനിമ. AR മുരുകദോസ് ഇമ്മാതിരി ലെവലിൽ സാധനമൊക്കെ എടുത്ത് വെക്കുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല. എന്തായാലും ഗജനിയൊക്കെ എടുത്തുള്ള മനുഷ്യനാണ്. എന്താണ് കാണിച്ചു വെച്ചിട്ട് പോയെന്നുള്ള ഒരു സീനിൽ ഞാനിങ്ങനെ ആലോചിച്ചിരിക്കുമ്പോഴാണ് പുള്ളിയുടെ ഇൻ്റർവ്യൂ കാണുന്നത്. പുള്ളി ഇങ്ങനെ എന്തോ സ്റ്റേറ്റ്മെൻറ്റ് പറയാനുണ്ടായി. അതായത് പുള്ളിയെ കൊണ്ട് മര്യാദക്ക് പണിയെടുപ്പിച്ചില്ല, കുറേ ആൾക്കാരുടെ ഇൻവോൾവ്മെൻറ്റ് കാരണമാണ്. എനിക്ക് മനസ്സിലാവാത്തത്, ഈ ഒരു മനുഷ്യനും ഇപ്പോൾ സ്റ്റാർഡം എന്നുള്ളൊരു സംഭവത്തിന് ശേഷം താഴെ കുത്തനെ ഇടിഞ്ഞു പോയ ഒരു നടനായിട്ടാണ് എനിക്കിപ്പോൾ ഫീൽ ആവുന്നത്. ഒരുപാട് നടന്മാരുടെ കേസുണ്ട് എനിക്ക് ഇതേപോലെ തന്നെ തോന്നിയിരിക്കണം. ഞാൻ സ്ട്രോങ് ആയിട്ട് ബിലീവ് ചെയ്യുന്ന ഒരു കാര്യമുണ്ട്. അത് എൻ്റെ ഒരു എക്സ്പീരിയൻസിൽ നിന്നും ഞാൻ കണ്ട് മനസ്സിലാക്കിയ ഒരു കാര്യമാണ്. എന്ന് ഒരു നടൻ സ്റ്റാർ ആവുന്നു, അന്ന് നേരെ കീഴേക്കാണ് ഭൂരിഭാഗം പേരും പോകുന്നത്. സ്റ്റാർഡോം നടനവും ഒരുപോലെ കീപ്പ് ചെയ്ത് പോകുന്ന, അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് വല്ലപ്പോഴെങ്കിലും നമുക്ക് ആ നടനെ കാണാൻ പറ്റുന്ന വളരെ കുറച്ച് നടന്മാരെ ഇന്ത്യയിൽ ബാക്കിയുള്ളൂ എന്നാണ് എനിക്ക് ഫീൽ ചെയ്തേക്കുന്നത്. അതിലൊരു ഗംഭീര മനുഷ്യൻ ബോളിവുഡ് എന്ന് പറയുകയാണെങ്കിൽ അമിതാഭ് ബച്ചനാണ്. സ്റ്റാർഡോം ഒരുപോലെ ഉണ്ട്, ഗംഭീര ലെവലിൽ പെർഫോമൻസ് ആയിരിക്കും. പടം മോശമായാലും അമിതാഭ് ബച്ചൻ മോശമാക്കാറില്ല പൊതുവെ. വളരെ റെയർ ഇൻസ്റ്റൻസിൽ അമിതാഭ് ബച്ചൻ വെറുപ്പിച്ച് നമുക്ക് തോന്നിക്കുക പോലും ഉള്ളൂ. എനിക്ക് തോന്നുന്നു കാലം തെറ്റി ഇറങ്ങിയ പടങ്ങളൊക്കെ ചിലപ്പോൾ അങ്ങനെ ഫീൽ ചെയ്യാൻ ചാൻസ് ഉള്ളൂ. എനിക്ക് തോന്നുന്നു വളരെ റെയറായിട്ട് പുള്ളി വെറുപ്പിച്ചിട്ടുണ്ടാവുള്ളൂ എന്നാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. സൽമാനൊക്കെ എങ്ങനെ ഇരുന്ന ആൾ ഇന്ത ലെവലിലായി എന്നുള്ളൊരു ഫീലിംഗാണ് എനിക്ക് തോന്നുന്നത് ഇതൊക്കെ കണ്ടപ്പോഴും. ഈ ഒരു ടീസർ കണ്ടപ്പോൾ എനിക്ക് തോന്നിയ കുറച്ച് കാര്യങ്ങൾ ഞാൻ ഇവിടെ പറയാട്ടാ. സംഭവം ബേസ്ഡ് ഓൺ ട്രൂ സ്റ്റോറിയാണ്. ബാറ്റിൽ ഓഫ് ഗൽവാൻ എന്ന് പറഞ്ഞ സംഭവത്തിനെ ബേസ് ചെയ്തിട്ടുള്ള സംഭവം. അങ്ങനെ ഒരു ബേസ്ഡ് ഓൺ ട്രൂ സ്റ്റോറി എടുക്കുമ്പോൾ കുറച്ചെങ്കിലും മര്യാദ കാണിച്ചൂടെ? ആർമീനെയൊക്കെ ഒരുമാതിരി കോമഡി പീസ് ആക്കുന്ന രീതിയിലൊക്കെയാണ് ഇതിനകത്ത് പോർട്രേ ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇപ്പം ഈ ഒരു സീൻ, നിങ്ങൾ ഈ കാണുന്ന ഈ ഒരു സീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അപ്പുറത്ത് ചൈന ആർമി ഒരു വാഗമള്ള മൊട്ടക്കുന്ന് പോലത്തെ ഒരു സ്ഥലത്ത് ഇങ്ങനെ കയറി വരുന്നതാണ്. ഇന്ത്യ ചൈന ബോർഡറാണ് ഈ വാഗമള്ള മൊട്ടക്കുന്ന് പോലെ കാണിക്കുന്നത്. ഇന്ത്യ ചൈന ബോർഡർ എന്ന് പറഞ്ഞാൽ മറ്റേ എന്താ വാഗമള്ള മൊട്ടക്കുന്നാണോ? എന്തുവാടെ കാണിക്കുന്നേ? അണ്ട് ഈ മൊട്ടക്കുന്നിൽ ഇവർ ഓടി വരുമ്പോഴേക്കും ഇവിടെ നിന്ന് ഇന്ത്യൻ ആർമി പോയി നിൽക്കണം നിപ്പാണ്, മാസ് നിപ്പ്. കഴിഞ്ഞ ദിവസത്തെ ക്യാമ്പ് ഫയറിൽ
കത്തി തീർന്ന് ഉണങ്ങി പണ്ടാരം ഉടങ്ങി അല്ലെങ്കിൽ നനഞ്ഞു കിടന്ന് വെച്ചാൽ വിറക് കൊണ്ട് വന്നേക്കാണ്. എന്തെന്നടി എന്ത് തോന്നിയാസൊക്കെ കാണിക്കുന്നത്? ബേസ്ഡ് ഓൺ ട്രൂ സ്റ്റോറി ഒക്കെ എടുക്കുമ്പോൾ ഇങ്ങനെയാണോ എടുത്തു വെക്കുന്നത്? ഒരു മിനിമം മര്യാദ വേണ്ടേ? എന്നാൽ മടലിനേക്കാളും ഫേക്കായിട്ട് എനിക്ക് തോന്നുന്നത് സൽമാൻ്റെ എക്സ്പ്രഷനാണ്. എനിക്കിത് പറയണതിൽ സങ്കടമുണ്ട്. ഇപ്പം ഇങ്ങനെ ഇത് കാണിക്കുന്നത്? നിങ്ങളുടെ മുഖത്ത് ഇപ്പോൾ ഒരു ഭാവം വരാത്ത പോലത്തെ ഒരവസ്ഥയാണ് എനിക്ക് പലപ്പോഴും തോന്നണം. ഇങ്ങനെ ചിരിക്കണേണ കരയണേണ എന്താ കാണിക്കണമെന്ന് മനസ്സിലാക്കാൻ പറ്റാത്ത ഒരു അവസ്ഥ. മുത്സെ ഷാദി കറോഗി എന്നുള്ളൊരു പടമുണ്ട്. അത് കണ്ട് ചിരിച്ചതിന് കയ്യും കണക്കൂല. സൽമാനും അക്ഷയകുമാറും തകർത്ത് തിമിർത്താടിയ പടമാണ് അതൊക്കെ. അങ്ങനെ ഒരുപാട് പടമുണ്ട് പറയാൻ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ. അന്താസ് അപ്ന അപ്ന കിടിലൻ പടം. തേരേനം സൽമാൻ കിടിലനായിട്ട് അഭിനയിച്ച ഒരു സിനിമയായിരുന്നു. സേതുവിൽ വിക്രം വേറെ ലെവലിൽ അഭിനയിച്ചു വെച്ച ഒരു സിനിമയായിട്ട് കൂടിയും സൽമാൻ്റെ ഒരു പരിമിതിയിൽ ഇരുന്നുകൊണ്ട് കിടിലനായിട്ട് ചെയ്ത ഒരു പടമായിട്ടാണ് എനിക്ക് തേരനാം ഫീൽ ചെയ്തത്. നല്ല പാട്ടുകളൊക്കെ ഉള്ള ഒരു സിനിമ. അങ്ങനെ സൽമാൻ്റെ ഒരുപാട് നല്ല സിനിമകൾ എടുത്തു പറയാനുണ്ട്. ഹം ദിൽ ദേ ചുക്കേ സനം എന്തെല്ലാം പടമായിരുന്നു അറിയാമോ ആക്കുക. മര്യാദക്ക് ഇങ്ങനെ ആ സഞ്ജയ് ലീല ബൻസാലിയുടെ കൂടെ തന്നെ നടന്നിരുന്നെങ്കിൽ ഇപ്പോൾ എവിടെ തന്നെ നടനാന്ന് പറയുമ്പോൾ കഴിവില്ലാഞ്ഞിട്ടൊന്നുമില്ല, മടിയനായിട്ടാണ് എനിക്കിപ്പോൾ ഫീൽ ചെയ്തിരിക്കുന്നത്. വയ്യ, പണിയെടുക്കാൻ വയ്യ. എനിക്കൊന്ന് മറ്റേ വീട്ടിൽ നിങ്ങൾക്ക് അറിയാമെന്ന് വിചാരിക്കുന്നു, അച്ഛനും അമ്മയൊക്കെ ആയിട്ട് ഒന്നിച്ചാണ് മച്ചാൻ താമസിക്കണമെന്ന് തോന്നുന്നുണ്ട്. അച്ഛനറിയാലോ, ഒരു ലെജൻഡറി മനുഷ്യനാണ് സലീം ഖാൻ. അങ്ങേര് മറ്റേ ഡാടാ വല്ല പണിക്കും പോടാ, വീട്ടിൽ വെറുതെ കുത്തിയിരിക്കാതെ എന്ന് പറയുമ്പോൾ ഞാൻ പോവാ എന്നും പറഞ്ഞുകൊണ്ട് വഞ്ഞ രീതിയിലാണെന്നുകൊണ്ട് പടം അഭിനയിക്കാൻ വരുന്നത്. എനിക്കങ്ങനെ ഫീൽ ആവുന്നത്. ഇങ്ങേർക്ക് താല്പര്യമില്ലാന്ന് തോന്നുന്നുണ്ട് ഇപ്പോൾ സിനിമ അഭിനയിക്കാമെന്ന്. ഇങ്ങനെ മറ്റേ ഫുഡും അടിച്ച് മറ്റേ ജനീലയും നമ്മുടെ നിർദ്ദേശമൊക്കെ വരുമ്പോഴേക്ക് ചാട്ടുണ്ടാക്കി കൊടുത്തും ഇതൊക്കെ ചെയ്യാൻ താല്പര്യമൊന്നുണ്ട്. ഈ നമ്മുടെ ഇവിടെ ലാലേട്ടൻ്റെ ഒരു ലൈനായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യണത്. മടി, കഴിവുണ്ട് പക്ഷെ താല്പര്യമില്ല, മടി, അങ്ങനത്തെ ഒരു ഫീലിംഗാണ് എനിക്ക് കിട്ടുന്നത്. ലാലേട്ടൻ പോലും തുടരും ചെയ്ത്. ഈ മനുഷ്യന് എന്നാണ് ഒരു കംബാക്ക് പറയുന്നതെന്ന് എനിക്കറിയാൻ പാടില്ല. ഇപ്പോൾ ഇത്തരം കണ്ടിട്ടൊക്കെ കണ്ടിട്ട് എനിക്ക് ഗോ ബാക്ക് എന്ന് പറയാനാണ് എനിക്ക് തോന്നണം. പ്ലീസ് ഡോണ്ട് ഡു സിനിമ എന്നുള്ള ഒരു ഫീലിംഗാണ് എൻ്റെ മനസ്സിൽ വരുന്നത്. കാരണം ഇങ്ങനെ എന്തിനാണ് വെറുപ്പിക്കുന്നത്? ഫാൻസ് ആയിട്ടുള്ള എന്നെപ്പോലുള്ള ആൾക്കാരെ വരെ വെറുപ്പിക്കുന്ന ഒരു അവസ്ഥയൊക്കെയാണ് എനിക്ക് ഇദ്ദേഹത്തിൻ്റെ ഇപ്പോൾ കോണ്ടൻസ് കാണുമ്പോൾ എനിക്ക് ഫീൽ ചെയ്യുന്നത്. ഇൻ്റർവ്യൂവിൽ വന്നിരുന്നിട്ട് കുഴപ്പമില്ല, പക്ഷെ സിനിമ അഭിനയിച്ചുകൊണ്ട് വരുമ്പോണ്ടല്ലോ ഓരോ കൊല്ലം ഓരോ പ്രോ ലെവൽ മലങ്കൾട്ട് അവരാതൊക്കെ ആയിട്ടാണ് വരുന്നത്. ചിലത് മലങ്കൾട്ടായിട്ട് പോലും ആസ്വദിക്കാൻ പറ്റില്ല. റോസ്റ്റ് ചാനൽസിന് എന്തായാലും ചാകരയാണ്. എല്ലാ കൊല്ലം റോസ്റ്റ് ചാനലിന് എടുത്ത് വറുത്ത് പൊരിക്കാനായിട്ട് ചിക്കൻ ഫ്രൈയും കൊണ്ട് വരണ പോലെ ഇങ്ങോട്ട് വന്നോളൂ. എന്തെന്ന് ഈ മനുഷ്യൻ കാണിക്കുന്നത്? ഇതിലെ മറ്റേ മേക്കപ്പ് ഡിപ്പാർട്ട്മെൻറ്റ്, എനിക്ക് ടെക്നിക്കലും ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളൂടെ പറയാനുണ്ട്. കോസ്റ്റ്യൂം ഡിപ്പാർട്ട്മെൻറ്റ്, മേക്കപ്പ് ഡിപ്പാർട്ട്മെൻറ്റ്. ആദ്യം മേക്കപ്പ് ഡിപ്പാർട്ട്മെൻറ്റ് പറ്റി പറയാം. നിങ്ങൾ വ്യക്തമായിട്ട് നോക്കിക്കോട്ടെ. ഈ ഒരു ടീസർ എടുത്ത് നോക്കിയോ. ഇത് അതായത് ഇൻഡോ ചൈന ബോർഡറിൽ ചൈനക്കാർ അവിടെ നിങ്ങൾ വന്നിട്ട് അവരായിട്ട് ഫൈറ്റ് ചെയ്യാൻ നിൽക്കുന്ന സിറ്റുവേഷനിൽ നിൽക്കുന്ന പട്ടാളക്കാരൻ്റെ മുഖത്തിരിക്കുന്ന സാധനമാണ് ഏത് കിസാൻ ജാം. എന്തുകൊണ്ട് ഇത് ചോരയാണ്? ഈ ഒരു ഫ്രെയിം ഇങ്ങനെ തന്നെ എടുത്ത് കൊണ്ടുപോയിട്ട് മറ്റേ TV അഡ്വർടൈസ്മെൻ്റ് ആയിട്ട് കൊടുക്കാം. കിസാൻ ജാം, കശ്മീരിലും തിന്നാം എന്നും പറഞ്ഞുകൊണ്ട് മുഖത്ത് പറ്റി വെച്ചിരിക്കുന്നത് കിസാൻ ജാം പോലെയാണ്. ചോരയാണ്. എത്ര ചോര, ഇത്രയും ആർട്ടിഫിഷ്യൽ ചോര ഞാൻ ഷോർട്ട് ഫിലിമിൽ പോലും കണ്ടിട്ടുണ്ടാവില്ല. എന്ത് ശോകോടെ ഇതൊക്കെ, എന്ത് ശോകം. കോസ്റ്റ്യൂംസ്, ഇവിടെ ബീഹാർ റെജിമെൻറ്റിൻ്റെ കോസ്റ്റ്യൂം ഇങ്ങനെയാണ് ഇരുന്നേച്ചേ. ഇത് ഇന്ത്യ തന്നെയാണ്. ഈ കോസ്റ്റ്യൂം കണ്ടിട്ട് എനിക്ക് ഇന്ത്യയായിട്ട് പോലും തോന്നണില്ല. ഇന്ത്യൻ ആർമിയുടെ കോസ്റ്റ്യൂമാണ് ഈ കാണുന്നത്. ഈ കളർ ടോൺ തന്നെ ഇത് എന്തുവാണ് ഇതെന്താണിത്? നമ്മുടെ കേരളത്തിൽ മുസ്ലിം ലീഗിൻ്റെ മറ്റേ ജാഥക്ക് വഹിക്കുന്ന എന്തോ ഈ കാണുന്നത്? എനിക്കറിയാൻ പാടില്ല. എനിക്കറിയാവുന്ന ഈ ബീഹാർ റെജിമെൻറ്റിൻ്റെ കോസ്റ്റ്യൂം ഇങ്ങനെ കോസ്റ്റ്യൂം ഇൻ ദ സെൻസ് അവരുടെ യൂണിഫോം, സോറി തെറ്റി പറഞ്ഞതിന്, സിനിമയിൽ കോസ്റ്റ്യൂം, ഒറിജിനൽ റിയൽ ലൈഫിൽ യൂണിഫോം ഇങ്ങനെയാണ് ഇരുന്നേച്ചാ. ഇതെന്ത് നിറോടെ ഇത്? ഇന്ത്യൻ ആർമിക്ക് ഈ നിറത്തിലൊരു യൂണിഫോം ഉണ്ട്? എൻ്റെ അറിവ് എനിക്കറിയില്ല. പിന്നെ എന്താണ് ഇത് കാണിച്ചു വെച്ചിരിക്കുന്നത്? ഇതിനകത്ത് ബാക്ക്ഗ്രൗണ്ട് ആക്ടേഴ്സ് കിടന്ന് കാണിച്ചു കൊടുത്തതാണ്. ഇങ്ങനെ നോക്കിക്കേ, മറ്റേ ചൈനക്കാർ ബോർഡർ കടന്ന് ഇങ്ങോട്ടേക്ക് ആക്രമിക്കാൻ വരുമ്പോൾ അല്ലെങ്കിൽ കയ്യേറ്റം ചെയ്യാൻ വരുമ്പോഴേക്കും നിൽക്കുന്ന എക്സ്പ്രഷനാണ് ഈ കാണുന്നത്. ഇങ്ങനെയൊക്കെ എന്തോ മറ്റേ വെളിക്കിരിക്കാൻ പോകാൻ പറ്റാതെ കഷ്ടപ്പെട്ട് മറ്റേ നിർബന്ധിച്ചുകൊണ്ടൊന്ന് നിർത്തിയപ്പോഴേക്കും പോകുമോ ഇല്ലയോ എന്നുള്ള രീതിയിൽ നിൽക്കുന്ന പോലത്തെ എക്സ്പ്രഷൻ കിട്ടുന്നത് നിൽക്കുകയാണ്. ഈ ഒരു എന്തോ നാടേ കാണിക്കുന്നത്. ഒരു ബേസ്ഡ് ഓൺ ട്രൂ സ്റ്റോറി അല്ലെങ്കിൽ ബേസ്ഡ് ഓൺ ട്രൂ ഇവൻ്റ് എന്നൊക്കെ പറഞ്ഞൊരു പടം എടുക്കുമ്പോൾ 2024 അമരനൊക്കെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അത്തരം ക്വാളിറ്റി കണ്ടൻസ് നമ്മുടെ സൗത്ത് സൈഡിൽ നിന്ന് തന്നെ കണ്ടിട്ട് ഇതൊക്കെ എങ്ങനെ ഞാൻ ആക്സെപ്റ്റ് ചെയ്യും? എന്തുവാണ് ഈ എടുത്തു വെച്ചിരിക്കുന്നത്?
കഴിഞ്ഞ കൊല്ലം നമ്മുടെ ഫർഹാൻ അക്തറിൻ്റെ ഒരു പടം ഉണ്ടായിരുന്നു 120 ബഹാദൂർ എന്ന് പറഞ്ഞിട്ട്. പക്ഷെ എൻ്റെ മുന്നേ അതൊക്കെ അതിൻ്റെയൊക്കെ ക്വാളിറ്റിയൊക്കെ ഇപ്പോഴെനിക്ക് മനസ്സിലാവണത്. എന്ത് ക്വാളിറ്റി മേക്കിംഗ് ആയിരുന്നു. ഇത് രസമായിട്ട് ആ സിനിമയൊക്കെ എടുത്തേക്കണത്. ഇത് എന്തോ ഈ കാണുന്നത് 2026 വരാൻ പോണ പടത്തിൻ്റെ ക്വാളിറ്റിയാണ് ഈ കാണുന്നത്. മടലും പിടിച്ചുകൊണ്ട് വന്ന് നിൽക്കുകയാണ്. മടൽ പോലും ഇത് എന്തോന്ന് സാധനം ഞാൻ പറഞ്ഞില്ലേ, ക്യാമ്പ് ഫയർ. അത് ക്യാമ്പ് ഫയർ ആയിട്ട് പോലും തോന്നുന്നില്ല. ഇതുപോലെ ഒറിജിനൽ അല്ലാന്ന് തോന്നണത്. എന്തോ തെർമോക്കോളിൽ കുറേ മറ്റേ മുറുക്കാൻ തുപ്പിയത് വെച്ച് ഉണ്ടാക്കിയേക്കണ ഒരു സാധനം കൊണ്ട് വന്നിരിക്കുകയാണ്. കഷ്ടം തന്നെയാണ്, കഷ്ടം. ഞാൻ കാര്യമായിട്ട് ചോദിക്കണേ, ബോളിവുഡ് സിനിമകൾ കാണുന്ന അവിടുത്തെ ഓഡിയൻസിനോട് ഞാൻ ചോദിക്കണം, നിങ്ങൾക്ക് ഇത്രയും അൽക്കുലത്ത് ക്വാളിറ്റി കോണ്ടൻസ് മതിയാ? തിരുത്തില്ല, ഞങ്ങൾക്ക് ഇജാതി വാണേഷ് പടങ്ങൾ മതി എന്നുള്ള ഒരു കോൺസെപ്റ്റിലാണ് നിങ്ങൾ പോണേ. എനിക്ക് മനസ്സിലാവുന്നില്ല. നിങ്ങളുടെ മെയിൻ സ്ട്രീം നടന്മാർ സൂപ്പർ സ്റ്റാർസിനെയൊക്കെ വെച്ച് എടുത്തു വെച്ച് കൊണ്ടിരുന്ന അവരാധങ്ങളൊക്കെ നിങ്ങൾ കാണുന്നില്ലേ ഇപ്പോൾ ഇവരുടെ ഈ കോണ്ടൻസ് ഒന്നും? എനിക്ക് മനസ്സിലാവുള്ളൂ. ഞങ്ങൾക്ക് എന്തായാലും മടുത്തട്ടെ. ഈ സൈഡിൽ ഈ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു ബോളിവുഡിൽ നിന്ന് വരുന്ന സിനിമകളായിക്കോട്ടെ പാട്ടായിക്കോട്ടെ എന്ത് ക്വാളിറ്റി ആയിരുന്നു അറിയാമോ. ഇപ്പം ഇതെന്ത് കാണിക്കണേ. പണ്ടൊക്കെ ബോളിവുഡ് സിനിമ റീമേക്ക് ചെയ്താണ് ഇവിടെ സൗത്തിൽ കുറേ പടങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരുന്നത്, എസ്പെഷ്യലി തമിഴും തെലുങ്കിലൊക്കെ. ഇതിപ്പോൾ എന്തുവാണിത്? സങ്കടം, അധപതനമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അധപതനം. നിങ്ങൾ എന്തായാലും ഇതൊന്ന് കണ്ടു നോക്കി ഈ സാധനം. ഇതിൻ്റെ ടൈറ്റിൽ ഞാൻ പറഞ്ഞുതരാം. എന്താണ്? ബാറ്റിൽ ഓഫ് ഗൽവാൻ ടീസർ. സൽമാൻ ഖാൻ, ചിത്രാംഗദ സിംഗ് ഉണ്ട്. അതുകൊണ്ട് പുള്ളിക്കാരിയെങ്കിലും കണ്ടിരിക്കാൻ പറ്റും. നല്ല നടിമാരുണ്ടാവും കേട്ടോ, നല്ല കോസ്റ്റ്യൂമൊക്കെ ആയിട്ട് വരും. അതുകൊണ്ട് തന്നെ അതെങ്കിലും കണ്ടിരിക്കാൻ പറ്റും. 17th ഏപ്രിലാണ് റിലീസാണ് 2026 ഇക്കൊല്ലം. അപൂർവ ലാഖിയ. ഈ മനുഷ്യനുണ്ടല്ല എന്നോ ഫീൽഡ് ഔട്ടായി പോയ ഡയറക്ടറാണ്. പുള്ളിയുടെ ഞാൻ കണ്ടതിൽ വെച്ചിട്ട് ആകെ എനിക്ക് കൊള്ളാമെന്ന് തോന്നിയ രണ്ട് സിനിമകളാണ്. ഒന്ന് ഷൂട്ട് ഔട്ട് അറ്റ് ലോക്കൺ വാലയും, അതുപോലെ തന്നെ വേറെ എനിക്ക് ഇഷ്ടപ്പെട്ടേക്കണം നമ്മുടെ റീമേക്ക് പടം ഏക് അജ്നബിയാണ്. ഏക് അജ്നബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇംഗ്ലീഷ് ഡെൻസൽ വാഷിങ്ടൻ്റെ ഒരു കിടിലം പടം ഉണ്ടായിരുന്നു, നമ്മുടെ മാൻ ഓൺ ഫയർ എന്ന് പറഞ്ഞിട്ട്. കിടിലം പടം. ഡെൻസൽ വാഷിങ്ടൺ അതുപോലെ ഡക്കോട്ട ഫാനിങ്, ക്രിസ്റ്റൽ വോക്കനൊക്കെ അഭിനയിച്ചോ കീണ്ണ കാഴ്ചൊരു പടം. അതിൻ്റെ റീമേക്ക് ആയിരുന്നു ഏക് അജ്നബി. അപ്പോൾ ഏക് അജ്നബി ആക്ച്വലി നല്ല പടമായിരുന്നു. അത് കഴിഞ്ഞ് പുള്ളി എടുത്തു വെച്ചിരിക്കുന്ന പടങ്ങൾ ഞാൻ പറഞ്ഞുതരാം കേട്ടോ. ദസ് കഹാനിയ പാട്ട് അല്ലായിരുന്നു, പക്ഷേ സിനിമയ്ക്ക് വലിയ ദഹിച്ചില്ല. കാസ്റ്റ് നല്ലായിരുന്നു. മിഷൻ ഇസ്താംബുൾ, വിവേക് ഒബ്രോയും അതുപോലെ തന്നെ മറ്റേ ഹൃത്തിക്കിൻ്റെ അന്നത്തെ അളിയൻ, എന്താ അവൻ്റെ പേര്, നമ്മുടെ മേഹൂനയിലൊക്കെ ഉള്ളവൻ, അവൻ്റെ പേര് മറന്നായിരുന്നു, ജായദ് ഖാനും കൂടി നല്ല രീതിയിൽ വെറുപ്പിച്ചൊരു പടമായിട്ട് തോന്നിയ ഒരു സിനിമയാണ്. പിന്നെ അതുപോലെ ഹൈഡ് ആൻഡ് സീക്ക് ഞാൻ കണ്ടിട്ടില്ല. സഞ്ജീർ, മഗധീര ഹിറ്റായിരിക്കുന്ന സമയത്ത് രാംചരനെ ബോളിവുഡിലേക്ക് ഉണ്ടാക്കാമെന്ന് പറഞ്ഞ് കൊണ്ടുപോയിട്ട് അവരാധിച്ച് വെച്ച ഒരു റീമേക്കാണ് അമിതാഭ് ബച്ചൻ്റെ പഴയ പടത്തിൻ്റെ. കണ്ടു നോക്കണം നിങ്ങൾ. ലോക ദുരന്തമായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. തൂഫാൻ, ഇതൊക്കെ പൊട്ടിത്തെറിച്ച പടങ്ങളാണ് ഈ പറയണത്. കട്ട ഓപ്പൺഹൈമറൊക്കെയാണ് ഈ സാധനങ്ങൾ. തൂഫാൻ എൻ്റെ പൊന്നെ, എനിക്ക് മനസ്സിലായി ഈ പടം ഏതാണ്. എൻ്റെ പൊന്നാളിയാ, അത് റഞ്ജീർ ഞാൻ പറഞ്ഞില്ലേ, ഇത് ബൈലിംഗ്വലായിട്ട് എടുത്തത്. ഒരേ സമയം ഹിന്ദിയിലും തെലുങ്കിലും വിസ്ഫോടനം നടത്തിയ ഒരു സിനിമയായിട്ടാണ് എനിക്ക് തോന്നുന്നത് ബോക്സ് ഓഫീസിൽ. ഹസീന പാർക്കർ, അത് ഞാൻ പറഞ്ഞുതരാം. നമ്മുടെ ശ്രദ്ധ കപൂർ, നാഷണൽ ക്രഷായിരുന്ന ശ്രദ്ധ കപൂറിനെ നാഷണൽ കോമഡി പീസാക്കി കാണിച്ച ഒരു സിനിമയായിട്ട് ഫീൽ ചെയ്തൊരു പടമായിരുന്നു എനിക്ക് ഹസീന പാർക്കർ. എൻ്റെ പൊന്നോ, ദാവൂദ് ഇബ്രാഹിമിൻ്റെ സിസ്റ്റർ ഹസീന പാർക്കറിൻ്റെ റോള് ചെയ്യിപ്പിച്ചിട്ട് അത് കണ്ടിട്ട് സീരിയസ് ആയിട്ട് എടുത്ത പടം കണ്ടിട്ട് മറ്റേ ചിരിച്ച് മണ്ണ് കപ്പിയ ഒരു പടമായിട്ട് തോന്നിയ ഒരു സിനിമയായിരുന്നു എനിക്കിത്. ഇങ്ങനൊരു സ്പെഷ്യാലിറ്റി, ഈ ഡയറക്ടറിൻ്റെ സ്പെഷ്യാലിറ്റി ചില ആൾക്കാരെ കൊണ്ടുപോയിട്ട് മറ്റേ എന്താ പറയുക അക്കിടിയിൽ ആയിപ്പിക്കുന്ന രീതിയിൽ പടം എടുത്ത് വെക്കും എന്നുള്ളതാണ്. പിന്നെ ക്രാക്ക് ഡൗൺ എന്നുള്ള പടം ഞാൻ കണ്ടിട്ട് പോലുമില്ല. അതിൻ്റെ പോസ്റ്റർ തന്നെ എനിക്ക് സഹിക്കാൻ പറ്റില്ല കണ്ടിട്ട്. പിന്നെ മുംബൈ എനിക്കൊരു പിടുത്തമില്ല, വെബ് സീരീസാണ്. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ വരുന്നത് ബാറ്റിൽ ഓഫ് ഗൽവാൻ. ഇങ്ങേരൊക്കെ ഉണ്ടല്ലോ പണ്ടേ ഫീൽഡ് ഔട്ടായി പോയതാണ്. ഇങ്ങനെയൊക്കെ എന്തിനാണ് കൊണ്ടുപോയി ഡേറ്റ് കൊടുത്തിരിക്കുന്നത് സൽമാൻ എന്ന് എനിക്ക് മനസ്സിലായില്ല. സൽമാൻ എന്താണ് പ്രശ്നം എനിക്ക് മനസ്സിലാവുന്നില്ല. ഇത്രയും സ്റ്റാർഡത്തിൽ നിൽക്കുന്ന ഒരു നടൻ, ഇത്ര ഫാൻസ് ഉണ്ട്, കയ്യെത്തും ദൂരത്ത് ഏത് ടെക്നീഷ്യനെയോ എന്ത് ക്യാമറയോ എല്ലാ പടവും ഐമാക്സ് DMR ചെയ്ത് കിട്ടുന്ന ഒരു തരം സ്റ്റാർഡമുള്ള ഒരു നടൻ. സിക്കന്ദർ വരെ ഐമാക്സ് DMR പടം വരുന്നത് എത്ര പേർക്ക് അറിയാം? എത്ര പേര് ആ പടം കണ്ട് തിയേറ്ററിൽ? എത്ര പേര് ആ പടം ഇതുവരെ കണ്ടിട്ടുണ്ട്? എല്ലാം ഉണ്ടായിട്ടും ഒന്നും ചെയ്യാത്തൊരു നടനായിട്ടാണ് എനിക്കിപ്പോൾ ഫീൽ ചെയ്യണത്. പ്രഭാസ് കഴിഞ്ഞാൽ ഈഹലോക കോമഡി പീസായിട്ട് തോന്നിയിരിക്കുന്ന ഒരു നടൻ എന്നെ സംബന്ധിച്ചിട്ടുണ്ടെങ്കിൽ അത് സൽമാനാണ്. അമ്മാതിരി സ്റ്റാർഡും ഉണ്ട്, എന്നിട്ട്
കോമഡി പീസ് ലെവല് ദുരന്ത ക്യാരക്ടേഴ്സും പടം അഭിനയിച്ചുകൊണ്ട് വരില്ല എല്ലാ കൊല്ലവും. എന്താണ് ഈ മനുഷ്യൻ കാണിക്കണമെന്ന് എനിക്കൊരു പിടുത്തം കിട്ടണില്ല. ഈ മനുഷ്യൻ്റെ അവസാനത്തെ ഒരു നല്ല പടം കണ്ടായിട്ട് എനിക്ക് ഓർമ്മ ബജ്റംഗി ഭായ്ജനാണ് കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഏതെങ്കിലും ഒരു പടം എനിക്കറിയാനേ പാടില്ല, ഞാൻ നോക്കട്ടെ കേട്ടോ. സൽമാൻ്റെ വേറെ ഏതെങ്കിലും പടം ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നോ എന്നുള്ളത്. സൽമാൻ നടിക്കുമ്പോൾ ആദ്യം പറഞ്ഞത് ദുൽഖർ സൽമാനാണ്. അത് കഴിഞ്ഞിട്ടാണ് സൽമാനെ കാണിക്കുന്നത്. അന്ത ലെവലിൽ പുള്ളി താഴെ പോയി എന്നുള്ളതാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. ഇതെന്തോ ഡയറക്ടർ സൽമാൻ ഖാൻ പറയുമ്പോൾ സൽമാൻ ഖാൻ്റെ ഫിലിമോഗ്രാഫി പോലും മഞ്ഞില്ലേ, എന്തുവാടേ ഇത്. ന്യൂമർ ഫിലിം ഫെയർ കുറേ ഫിലിം ഫെയർ എല്ലാം കിട്ടിയിട്ടുള്ള നാടാണ്. എല്ലാം ഉണ്ടായിട്ടും എന്തിക്കിടന്ന് കാണിച്ചു വിടണമെന്ന് തോന്നുന്ന ഒരവസ്ഥ. സൽമാൻ ഖാൻ ഫാമിലി അല്ലടോ, ഫിലിമോഗ്രാഫി ഇവിടെ ഷേട്ടാ. ഇത് ചില സമയത്ത് ഓക്കെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കട്ടാ. അതായത് ബി ഹോത്തോ എസി നൈസ് അന്ത കാലഘട്ടം വെച്ച് നോക്കുമ്പോൾ രസമുള്ള പടം. മേനെ പ്യാർ കിയ നല്ല പടമായിരുന്നു. ഏത് മലയാളം പടമല്ല കഴിഞ്ഞ പടം ഇറങ്ങിയത്, ഞാൻ പറഞ്ഞത് 1989 ഞാൻ ജനിച്ച വർഷം ഇറങ്ങിയ പടമാണത്. അത് പിന്നീട് ഞാൻ കാസറ്റ് പ്ലെയറിൽ മറ്റേ VCP ഒക്കെ ഉണ്ടായിരുന്ന കാലഘട്ടത്തിൽ കാസറ്റ് ഇട്ട് കണ്ട പടമാണ്. ഭാഗി എന്തോരം നല്ല സിനിമ അഭിനയിച്ചിട്ടുള്ള മനുഷ്യൻ. ഹംദിൽ ദേ ചുക്കേ സനം എന്ത് രസമായിരുന്നു അറിയാമോ. ഈ മനുഷ്യനെ ആ സഞ്ജയ് ലീല ബൻസാലിയുടെ കൂടെ നിന്നിരുന്നെങ്കിൽ എവിടെ എത്തേണ്ട മനുഷ്യനാണ്. ഇങ്ങേരിപ്പോൾ മറ്റേ ജനീലിയും ഋതേഷൊക്കെ വരുമ്പോഴേക്കും അവർക്ക് ചാട്ടുണ്ടാക്കി കൊടുക്കലും ഈ പരിപാടി ലാലേട്ടൻ്റെ ഒരു വൈബാണെന്ന് തോന്നുന്നുണ്ട്. അതായത് കുറേ ഫുഡും തിന്ന് മറ്റേ ഇങ്ങനെ മട്ടി പിടിച്ച് നടക്കുകയാണ്. കഴിവില്ലാണ്ടൊന്നുമല്ല, മട്ടി പിടിച്ച് നടക്കുകയാണ്. മെനക്കെടാൻ വയ്യ ക്ഷീണമല്ല മടി, അങ്ങനെയാണ് എനിക്ക് ഫീൽ ആവണത്. സങ്കടം തോന്നണ്ടേ. അന്താ സ്വപ്ന ഒന്ന് കണ്ടു നോക്കി, എപ്പോഴത്തെ പടം എന്ന് പറയാം, ഇപ്പോഴും കണ്ടാൽ ചിരിക്കും. അങ്ങനെ എനിക്ക് ഫീൽ ചെയ്യണം. അങ്ങനെ എന്തോരം നല്ല സിനിമകളുണ്ട്. ഒന്നും വേണ്ട, മേനെ പ്യാർ കിയ പോട്ടെ, നമ്മളെ മറ്റേ സിനിമയില്ലേ മുത്സേ ഷാദി കറൂങ്കി, ഒന്ന് കണ്ടുനോക്ക്. ഈ മനുഷ്യനും അക്ഷയകുമാറും കൂടെ ഒന്ന് കാണിച്ചു കൂടാൻ എന്താണെന്നുള്ളത് ചിരിച്ച് മണ്ണ് പോകും. അടിപൊളി പടമായിട്ട് തോന്നിയ സിനിമകളൊക്കെയാണ്. ഈ അവസാനം നോക്കട്ടെ, ഈ അവസാനം ഏത് പടമാണ് ഇങ്ങനെ നല്ലോണം വന്നേക്കണത്. പട്ടാനിൽ ക്യാമിയോ അത് നല്ലായിരുന്നു. പട്ടാനിലെ പുള്ളിയുടെ ക്യാമിയോ സൂപ്പറായിരുന്നു, സമ്മതിച്ച്. കിസിക്ക് ബായി കിസിക്ക് ജാൻ ഓർമ്മിപ്പിക്കൽ എന്നെ പടം, എൻ്റെ പൊന്നു മോനെ പ്രോ ലെവൽ ദുരന്തമായിട്ട് തോന്നിയ പടമാണ്. അസഹനീയ ഇറിറ്റേഷനായിട്ട് തോന്നിയൊരു പടമാണ്. പിന്നെ സൽമാൻ്റെ ഇപ്പോഴത്തെ ഒരു പരിപാടി എന്ന് പറഞ്ഞാൽ ഒരു സെറ്റ് ഓഫ് കുറച്ച് പരിപാടികളുണ്ട്. ഒരു പൊടി പറത്തണ പാട്ടുണ്ടാവും കാലൊക്കെ വെച്ചിട്ട്, ഒന്നെങ്കിൽ ചിക്കൻ അല്ലെങ്കിൽ ജണ്ടുബാമ മറ്റേ എന്തെങ്കിലും ഒരു പ്രൊഡക്റ്റിനെ വെച്ചിട്ട് ഒരു പാട്ട്, അത് വെച്ചിട്ട് പൊടി പറത്തും കുറേ. ഇത് ഏത് പടം എടുത്ത് നോക്കി എല്ലാത്തിലും ഉണ്ട് ഒരു പൊടി പറത്തണ പാട്ടാണ്. പൊടി പറത്തില്ലെങ്കിൽ നിങ്ങൾക്ക് പറ്റില്ല. ഇങ്ങനെ ഷട്ടിൽ അത് പുഴി കുറേ പോലെ ഇങ്ങനെ ഒരു സാധനങ്ങൾ ഇങ്ങനെയൊക്കെ കാണിച്ചിട്ട് പൊടി പറത്തും, എന്തെങ്കിലുമൊക്കെ കാണിച്ച് പൊടി പറത്തും. കിസി കി ബായ് കിസി ചാനലിൽ മറ്റേ ഷട്ടിനകത്ത് പുഴി പോയ പോലെയല്ലേ എനിക്ക് തോന്നിയത്. മറ്റേ വീട് തുറക്കാൻ ആളില്ലാത്തപ്പോഴേക്കും മറ്റേ കയ്യിൽ തുണി കൊടുത്ത അച്ഛമ്മൻ്റെ നിർബന്ധിച്ച് തുണി കൊടുത്തപ്പോഴേക്കും മറ്റേ കാലിട്ടിട്ട് ഇതിങ്ങനെ കാണിച്ചായിട്ട് തോന്നി. എന്തൊക്കെ ഇങ്ങനെ കാണിക്കണത്, ലോക കോമഡി പീസ് ആയിക്കൊണ്ടിരിക്കുന്നതെന്നാണ് എനിക്ക് ഫീൽ ആവണത്. ഇങ്ങനെ അവസാനം പിന്നെ എന്താ ചെയ്തത്, സിംഗം എങ്ങനെ എൻ്റെ പൊന്നോ, അതിനകത്ത് ചുൾബുൾ പാണ്ടായിട്ട് അടുത്ത സിംഗത്തിൽ വരുന്നുണ്ട് രാജാ ശിവാജി. ഇതൊക്കെ ഏതാടേ, സിക്കന്ദർ ഓർമ്മിപ്പിക്കല്ലേ. ബേബി ജോണിൽ ക്യാമിയോ അപ്പിയറൻസ്, ഏജന്റ് ഭായ്ജാൻ ഓർമ്മിപ്പിക്കൽ തന്നെ. അന്തിമ അത്യാവശ്യം ഒരു ഡീസൻറ്റ് പടമായിരുന്നു കേട്ടോ, കുഴപ്പമില്ലാത്ത ഒരു ഡീസൻറ്റ് പടമായിരുന്നു അന്തിമ. രാധെ പൊന്നാളിയാ, വേറെ ഇല്ല പടവില്ല. ഇങ്ങനെ അവസാനമായിട്ടൊരു നല്ല സിനിമ ഏതാണ് ഈ അവസാനമായിട്ടൊരു നല്ല പടം ഇങ്ങനെ ചെയ്തത്? സുൽത്താൻ. അത് വേറെ റേഞ്ച് പടമായിരുന്നു, എനിക്ക് രോമാഞ്ചം നൽകിയ പടമാണ് സുൽത്താൻ. വെറുതെ കിടിലായിരുന്നു, അതൊന്നും പറയാനില്ല. കിണ്ണം കാച്ചി തിയേറ്റർ എക്സ്പീരിയൻസ്. അയ്യോ അത് വേറെ ലെവൽ സാധനമായിരുന്നു. അത് കിടുവായിരുന്നു. 2016 ഇത് ഏതാ കൊല്ലം, 10 കൊല്ലമായിട്ട് ഇങ്ങനെ ഒരു മര്യാദകൾ പടം ചെയ്തിട്ട്. എല്ലാ തവണ ഇങ്ങനെ സിനിമ കാണാൻ വേണ്ടി ഞാൻ തിയേറ്ററിൽ പോയിട്ട് തലയെ കൈ വെച്ച് തലവേദനയായിട്ട് വരേണ്ട അവസ്ഥയാണ് എനിക്ക് തോന്നിയത്. 10 കൊല്ലയപ്പാ ഒരു നല്ല സിനിമ ഇങ്ങനെ ചെയ്തിട്ട്. എൻ്റെ അഭിപ്രായമാണ്. ഈ വീഡിയോയിൽ ഞാൻ എന്ത് പറയുന്നോ അത് എൻ്റെ മാത്രം അഭിപ്രായമാണ്. എൻ്റെ കുഴപ്പമായിരിക്കാം, പക്ഷേ എനിക്കിപ്പോൾ ഇങ്ങനെ ലോക വെറുപ്പിക്കലായിട്ടാണ് എനിക്കിപ്പോൾ ഫീൽ ആവണത്. ആസ് എ ഫാൻ ഞാൻ പറയാണ്, ഈ മനുഷ്യൻ ഇങ്ങനെയൊന്നും അല്ല പോകേണ്ടത്. കഴിവുള്ള ആളാണ്, പക്ഷേ ഈസ് നോട്ട് ഗോയിങ് ഓൺ ദ റൈറ്റ് പാത്ത് എന്നുള്ള ഒരു ഫീലിംഗാണ് എനിക്ക് തോന്നുന്നത്. പണ്ട് ഞാൻ ഈ ഒരു കാര്യം പറഞ്ഞുകൊണ്ടിരുന്നത് വെച്ചാൽ ലാലേട്ടനെ പറ്റിയാണ്. അപ്പോഴാണ് ഒരു നേരും ഒരു തുടരും ഒക്കെ കിട്ടി കുഴപ്പമില്ല എന്നുള്ള ഒരു അവസ്ഥയിലെത്തിയത്. പിന്നെ വൃഷഭം കൊണ്ടുവന്നിട്ട് കാലോടച്ചിട്ടുണ്ട്. എന്നാലും ഞാൻ പറയാണ്,
വല്ലപ്പോഴും എന്തെങ്കിലുമൊക്കെ നല്ല കിട്ടുന്നുണ്ട്. ഈ മനുഷ്യൻ്റെ അടുത്ത് 10 കൊല്ലം ഒരു നല്ല സിനിമ, ഒരു ആവറേജ് പടം എന്ന് തോന്നിച്ച ഒരു പടം പോലും വന്നിട്ട് 10 കൊല്ലമായി. എൻ്റെ പൊന്നോ, ടൈഗർ 3 എന്ന് തന്നെ ഓർമ്മിപ്പിക്കല്ലേ, പുള്ളിയുടെ പടമൊന്നും പറയരുത്. ടൈഗർ 3 ഒരു വിധത്തിൽ പറഞ്ഞാൽ കുഴപ്പമുണ്ടായിരുന്നില്ല കേട്ടോ. എന്നാലും ഈ ബാക്കിയുള്ള അപരാധങ്ങളൊക്കെ വെച്ച് കുഴപ്പമുണ്ടായിരുന്നില്ല എന്ന് വേണമെങ്കിൽ പറയാം. എനിക്ക് ടൈഗർ 3 ആകെ ഇഷ്ടപ്പെടാഞ്ഞത്, തീരെ ഇഷ്ടപ്പെടാഞ്ഞൊരു കാര്യം ഷാറൂഖ് ഖാൻ്റെ ക്യാമിയോ ആയിരുന്നു. അത് എനിക്ക് ഭയങ്കര ആർട്ടിഫിഷ്യൽ, ഒരു കഞ്ഞിക്കുറ ക്യാമിയോ ആയിട്ട് തോന്നിയ ഒരു സംഭവമായിരുന്നു. എനിക്ക് ആ സിനിമയിൽ ആകെ ഇഷ്ടപ്പെടാഞ്ഞൊരു മെയിൻ കാര്യം ഷാറൂഖിൻ്റെ ക്യാമിയോ. എന്തായാലും നിങ്ങൾ കണ്ടില്ലെങ്കിൽ ഇത് കണ്ടു നോക്കുക. എന്തായാലും ഈ സാധനം ഒന്ന് കണ്ടു നോക്കുക, എന്നിട്ട് നിങ്ങൾ പറയട്ടാ. എനിക്കിത് കണ്ടിട്ട് ഒരുമാതിരി ഇന്ത്യൻ ആർമീനെ അപമാനിച്ചായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. ഇങ്ങനെയൊന്നും ബേസ്ഡ് ഓൺ ട്രൂ സ്റ്റോറി അല്ലെങ്കിൽ ബേസ്ഡ് ഓൺ ട്രൂ ഇവൻറ്റ്സ് എന്നൊക്കെ പറഞ്ഞ് പടം എടുത്ത് വെക്കരുത് കേട്ടോ. പടം ഇതുപോലെ ആവരുതെന്ന് മനസ്സുകൊണ്ട് ആഗ്രഹിക്കുന്നു. ഇതിപ്പോൾ ഞാൻ കണ്ടത് ടീസറാണ്. പടത്തിൻ്റെ അവസ്ഥ എന്താണെന്നുള്ളത് എനിക്കറിയില്ല. ഇതുപോലെ വല്ലതും ആണെങ്കിൽ നാഷണൽ ലെവൽ റോസ്റ്റിംഗ് ആയിരിക്കും കിട്ടാൻ പോണത്. എനിക്ക് ജാമും ഈ പണ്ടാരം കണ്ടിട്ട് തന്നെ എനിക്ക് പൊളിയാണ്. ശരി, ഞാൻ വേറൊന്നും പറയണില്ല. ശരി, ടാറ്റ.